ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായപ്പോൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തേക്കാമെന്ന് കരുതി. ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് മോയ്സ്ചറൈസിങ് ആണ്. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ആദ്യം മുതലേ ഉപയോഗിക്കുന്നത് ഈ മോയ്സ്ചറൈസറാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ബേസ് തരും. ഓവറായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. സാധാരണ നമ്മുടെ മുഖം കവർ ചെയ്യുന്ന രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആക്വാലോജിക്കയുടെ തന്നെ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പോരാത്തതിനിപ്പോൾ ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത്, അപ്പോൾ പിന്നെ സൺസ്ക്രീൻ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ഞാനിവിടെ 3 ഫിംഗർ റൂൾ അനുസരിച്ചൊന്നും അല്ല ഇടുന്നത്. എൻ്റെ ഫുള്ള് ഫേസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഇതുവരെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലാത്ത ബിഗിനറായിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീനാണ് ഇത് കേട്ടോ. വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല, നല്ല ഗ്ലോ ആയിട്ടിരിക്കും നമ്മുടെ ഫേസ്. ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കൺസീലറാണ്. ഇത് കളർ എസൻസിൻ്റെ കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളിടത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണ്. വളരെ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡ്രോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യാനും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും. ഇവിടെ ഞാൻ വളരെ കുറച്ച് എമൗണ്ട് ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഐബ്രോസ് നമ്മുടെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട്, അതായത് നമ്മുടെ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് താഴേക്ക് ബ്ലാക്ക് ഷെയ്ഡുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഐ ഷാഡോ അപ്ലൈ ചെയ്യാനാണ്. ഞാനിവിടെ NYBയുടെ ഒരു ഐ ഷാഡോ പെല്ലറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2-3 ഇളകിപ്പോയി ഷിമ്മറി ഷെയ്ഡുകളാണ് കേട്ടോ ഇളകിപ്പോയത്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ആ ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഞാൻ കണ്ണിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബ്രഷിനെക്കാട്ടിലും കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ കൈ തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് കണ്ണിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്മോക്കി ആയി മേക്കപ്പ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഐ ഷാഡോ അതെടുത്ത് നമ്മുടെ ഐലൈനർ നമ്മൾ എഴുതില്ലേ ആ ഒരു ഭാഗത്തായിട്ട്
ഈ ബ്ലാക്ക് ഐ ഷാഡോ എടുത്ത് 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ എടുക്കുന്നത് എലൈറ്റിൻ്റെ കാജൽ സ്റ്റിക്കാണ്. അത് ഞാൻ കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് കണക്ക് അപ്പർ വാട്ടർ ലൈനിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ ലിപ് ക്രീമാണ്. നല്ലൊരു വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്, കിസ് പ്രൂഫാണ്. ഒത്തിരി നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ക്രീമാണ് കേട്ടോ. ഫേസിൽ എന്തൊക്കെ മേക്കപ്പ് ചെയ്താലും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. അപ്പോഴാണ് നമ്മുടെ മേക്കപ്പിന് ഒരു പൂർണ്ണത കിട്ടുന്നതെന്ന് തോന്നും അല്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ് കേട്ടോ. മസ്കാര ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഒരു മസ്കാരയാണ്. ഇത് അടിപൊളി ഒരു മസ്കാരയാണ്. നമുക്ക് ഫേക്ക് ലാഷസ് ഒന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡ്രമാറ്റിക്കായി ലുക്ക് നമുക്ക് വരും. എനിക്കെപ്പോഴും പീലികൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഒരു മേക്കപ്പ് ചെയ്ത ഒരു ലുക്ക് നമുക്ക് വരണമെങ്കിൽ ഇതുപോലെ ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, മസ്കാര ഇതൊക്കെയാണ് നമ്മളെ ഫേസിൽ ഒരു എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും മസ്കാരയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ശരിയായ രീതിയിൽ മസ്കാര അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നൊരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കും, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓവറായിട്ട് ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് വളരെ ഒരുപാട് പൗഡറൊന്നും ഇട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ കൺസീലറിൻ്റെ അവിടെയൊക്കെ കുറച്ച് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ് കേട്ടോ. ഇതെനിക്ക് വലിയ ഇഷ്ടമാണിത്. ലിക്വിഡ് ബ്ലഷാണ്. സാധാരണ നമ്മുടെ ക്രീം ബ്ലഷിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് ലിക്വിഡ് ബ്ലഷാണ് ഇഷ്ടം. പിന്നീട് മൂക്കിലും താടിയിലും ഓരോ ഡോട്ട് വെച്ചിട്ട് മൊത്തത്തിലൊരു റെഡ് മയമാക്കി ഞാൻ എടുക്കുന്നുണ്ട്.
എന്നിട്ട് 2 ബട്ടർഫ്ലൈ കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോസ് പിൻ വെച്ച് കൊടുക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മുടിയും കൂടെ ചീവി കഴിയുമ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.